നമസ്കാരം. 3.5 സെൻറ്റിൽ 1400 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് കൊടുവഴങ്ങ റൂട്ടാണ്. അതിനേക്കുള്ള നമ്മുടെ അടുത്തായിട്ടുള്ള സ്ഥലം. നല്ല സ്റ്റോൺ വർക്കൊക്കെ കാണാം. നല്ലൊരു പാർക്കിംഗ് ഉണ്ട്. സ്ഥലപരിമിതി ഓവറായിട്ട് ഫീൽ ചെയ്യത്തില്ല. എലിവേഷനും കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട്. ഇവിടെ തന്നെ നല്ല രീതിയിൽ ഷൂറാക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. നല്ല ഗ്രാനൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. സിറ്റൗട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അകത്തോട്ട് കയറുന്ന ആദ്യം നല്ല ഒരു യൂണിറ്റോട് കൂടിയ മുകളിൽ നോക്കുകയാണെങ്കിൽ അറിയാം, നല്ല അടിപൊളി ഡിസൈൻ ഉണ്ട്. ഹാളിലോട്ട് കഴിഞ്ഞ് നമ്മൾ നേരെ വന്ന ഡൈനിങ് ഏരിയ, ഓപ്പൺ കിച്ചനോട് കൂടിയ നല്ല ഫോൾ സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ്. ഓപ്പൺ കിച്ചൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും യൂട്ടിലിറ്റിക്ക് പറ്റിയ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നേരെ പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു വർക്ക് സ്പേസ് ഉണ്ടാക്കാനായിട്ടുള്ള കാര്യം ചെയ്ത് വെച്ചിട്ടുണ്ട്. കുടിവെള്ളം നല്ല കിണറുള്ള അവൈലബിൾ ആണ്. പക്ഷേ കിണർ നമ്മൾ കുത്തണ്ടായിരുന്നു. ഈ ഡൈനിങ് ഏരിയ കഴിഞ്ഞ് സ്റ്റെയറിൻ്റെ നേരെ അടിയിലുള്ള സ്പേസ് ഇതുവരെ നീറ്റായി ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ മെയിൻ മാസ്റ്റർ ബെഡ്റൂമാണ്. അലമാര അടക്കമെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പേസിന് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂമാണ്. വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ എന്നുള്ള സെപ്പറേഷനുള്ള ബാത്റൂമാണ്. അപ്പോൾ 57 ലക്ഷം രൂപയായിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ കറക്റ്റ് പ്രോപ്പർ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ലോൺ അവൈലബിൾ ആണ്. പക്ഷേ 3 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ്, 4 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് ഒന്നുമല്ല. ഓരോ വ്യക്തിക്കും അവരവരുടേതായ സിബിൽ സ്കോറും അവരുടെ ബാക്കിയുള്ള ബാങ്കിൻ്റെ അവൈലബിലിറ്റികൾ നോക്കിയിട്ട് വേണം ഡൗൺ പേയ്മെൻറ്റ് എങ്ങനെയാണ്, EMI എങ്ങനെയാണെന്നൊക്കെ പറയാനായിട്ട്. അപ്പോൾ എല്ലാവരുടെയും കൂടി ജനറലൈസ് ചെയ്ത് ഒരിക്കലും നമ്മൾ അറിയണില്ല എത്ര രൂപ ഡൗൺ പേയ്മെൻറ്റ് കിട്ടുമോ. സ്റ്റെയർ കയറി നമ്മൾ മുകളിലോട്ട് വന്നു. നല്ല യൂട്ടിലിറ്റി ഹാളുണ്ട്. ഇവിടെ ഒരു TV യൂണിറ്റാണ്, ഓഫീസൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ബാൽക്കണിയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഷീറ്റൊക്കെ ഇട്ട്, ഇതിപ്പോൾ എൻക്ലോസ്ഡ് ആയിട്ടാണ് ഇരിക്കണത്. അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഏരിയ നമുക്ക് ഷീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റും. തൊട്ടടുത്ത് തന്നെ ഒരു പറമ്പ് ഏറുണ്ട്. പഞ്ചായത്ത് റോട്ടിൽ നിന്ന് ഒരു 10 മീറ്റർ 20 മീറ്റർ അകത്തോട്ട് വരാനുള്ളൂ കേട്ടോ. മുകളിൽ 2 റൂമാണ് വന്നത്. താഴത്തെ റൂം പോലെ തന്നെ അലമാരയുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂമാണ്. പിന്നെ ബാത്റൂം അത് നീറ്റായിട്ട് തന്നെയാണ്. ഇതൊരു അടുത്ത റൂമും 2 മാസ്റ്റർ ബെഡ്റൂമും ഒരു നോർമൽ ബെഡ്റൂമാണുള്ളത്. 3 ബെഡ്റൂമും അറ്റാച്ച്ഡാണ്. ഇങ്ങനെ നമുക്ക് നേരെ യൂട്ടിലിറ്റി ഏരിയയിലോട്ട് പോകാം. യൂട്ടിലിറ്റി എന്ന് പറയാനായിട്ടുള്ള മെയിൻ കാരണം വാഷിംഗ് മെഷീൻ, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അലക്കാൻ ഉണക്കാൻ ഒക്കെ പറ്റിയ സ്പേസാണ്. ഷീറ്റ് വർക്ക് അടക്കം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ നോക്കിയാൽ അറിയാം, വാഷിംഗ് മെഷീനുള്ള പ്രൊവിഷൻസ് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ നേരെ
മുകളിലോട്ട് പോവാം. ഈ വീട്ടിൽ ശ്രദ്ധിച്ചറിയാം, ഇപ്പോൾ മുകളിലോട്ട് പോകാനായിട്ടാണെങ്കിലും നമുക്ക് സ്റ്റെയർ ഇട്ടിട്ടുണ്ട്. ഈ ഇരുമ്പിൻ്റെ സ്റ്റെയർ വർക്കല്ല, വാട്ടർ പ്രൂഫിങ് അടക്കം ചെയ്തിട്ടുണ്ടെന്ന് തോന്നണേ. ഇവിടെ ഷീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചെടിയൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തേക്കണേ. അപ്പോൾ ലോണിനെ പറ്റി അധികം ഡീറ്റെയിൽസ് പറയാത്തതിൻ്റെ മെയിൻ കാരണം, ലോൺ അവൈലബിൾ ആണെന്നുണ്ടെങ്കിലും ഓരോ ആൾക്കാരുടെ സാലറിയും സിബിലും അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും ഓരോരുത്തർക്ക് എത്ര സാലറി EMI കിട്ടുമെന്ന് പറയാൻ പറ്റും. ഈ വീടിൻ്റെ വിശദമായ ഡീറ്റെയിൽസൊക്കെ അറിയാനായിട്ടും ഈ വീട് വന്ന് കാണാനായിട്ടും താഴെ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. അടുത്തൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും സന്ധിക്കും വരെ.